ഹലോ, ഞാൻ ബിന്ദു സമ്പത്ത്, ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ് ആൻഡ് സാരി ഡ്രേപ്പിസ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ന്യൂഡ് ലിപ്സ്റ്റിക്കിനെ പറ്റിയാണ്. കാരണം ന്യൂഡ് ലിപ്സ്റ്റിക്ക് പല പല കമ്പനീസിൽ പല പല ഷെയ്ഡുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊന്നും അല്ലാണ്ട് ഞാനൊരു പുതിയ ടെക്നിക്ക് ഇന്ന് കാണിച്ചു തരട്ടെ. അതായത് ഒരു ബ്രൗൺ പെൻസിലും നമ്മുടെ അടുത്തൊരു കൺസീലറും ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുക്കുന്നത് ഒരു ബ്രൗൺ കാജൽ പെൻസിലാണ്. ഇത് വന്നിട്ട് കെ ബ്യൂട്ടിയുടെയാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ബ്രാൻഡ് തന്നെയാണ്. പിന്നെ കോസ്റ്റ് വളരെയധികം ഇല്ലാത്ത ഒന്നാണ്. അപ്പം ഞാനിത് ആദ്യം ഒന്ന് ഔട്ടർ ലൈൻ കൊടുക്കുകയാണ്. തിരിച്ച് താഴത്തെ ലിപ്പിൽ നമ്മൾ ലൈനിങ് കൊടുക്കുമ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. ഈ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിഡിൽ പാർട്ടിൽ ഒരിക്കലും ഈ ബ്രൗൺ കളർ വരണ്ട. എപ്പോഴും കോർണേഴ്സിലാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. അതെന്തിനാന്ന് വെച്ചാൽ അപ്പോൾ ഒരു ലിപ്പ് വന്ന് പ്ലംഡായിട്ട് കുറച്ച് കൂടുതൽ ലിപ്പ് ഉള്ളതിനേക്കാളും കൂടുതലൊരു പ്ലംബ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീലാവും. ഇത്രയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് കൺസീലർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഈ താഴെ ബ്ലീഡിങ് മാതിരി നിൽക്കാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ട്, ആ ബ്രൗൺ കളർ താഴേക്ക് എന്തെങ്കിലും സ്മഡ്ജ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളൊരു കൺസീലർ ഒരു കുട്ടി ബ്രഷിലെടുത്തു, അതൊന്ന് ഞാൻ ഡാബ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ കോർണേഴ്സിൽ ലൈൻ കൊടുക്കുക. പക്ഷേ സ്മഡ്ജ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ആ ബ്രൗണിൻ്റെ അകത്ത് കയറരുത്. നാല് കോർണേഴ്സിലുമാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പം കണ്ടോ, ഞാൻ വരച്ചതിൻ്റെ വെളിയിൽ ഞാൻ വീണ്ടും ഒരു ഔട്ടർ കൊടുത്തത് കാരണം അത് കുറച്ചുകൂടെ ഒരു എൻഹാൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഇതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നതെന്ന്. അപ്പോൾ വീണ്ടും കുറച്ച് കൺസീലർ എടുത്തു. ഞാൻ എന്താ ചെയ്യണം, മിഡിൽ പോർഷൻ പോർഷനിൽ മാത്രമായിട്ടാണ് ഞാൻ ആ കൺസീലർ കൊടുത്തത്. ഇപ്പോൾ എൻ്റെ ഔട്ടർ ലൈനിനോ എൻ്റെ ബ്രൗൺ ഷെയ്ഡിങ്ങിനോ ഒന്നും ഞാൻ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത മേജർ പാർട്ട് എന്താണ്, നമ്മുടെ ലിപ് ഗ്ലോസിനെ നമ്മൾ ആഡ് ചെയ്യുക. നല്ലൊരു ന്യൂഡ് ലിപ്സ്റ്റിക് കിട്ടിയില്ലേ?
അപ്പം നമ്മൾ ന്യൂഡ് ലിപ്സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ബ്രാൻഡിൻ്റെ ഒത്തിരി സംഭവങ്ങൾ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതൊരു ഈസി ആയിട്ടുള്ള ടെക്നിക്കല്ലേ. നിങ്ങൾ എന്നെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇതിൻ്റെ ഓരോ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞതിനെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ടെക്നിക്ക് ഒന്ന് നോക്കണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ ബ്ലാക്ക് സ്മോക്കി അല്ലെങ്കിൽ വേറെ ഏത് കളേഴ്സിൻ്റെ സ്മോക്കി ഐസിൻ്റെ കൂടെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ലിപ്പ് നമ്മൾ ഫോട്ടോസിൽ കാണുമ്പം ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ ന്യൂഡ് ലിപ്സ്റ്റിക്കിനായിട്ട് നിങ്ങൾ അലയണ്ട, പകരം ഇതുമാതിരിയുള്ള കുഞ്ഞു കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.